ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു പെഡിക്യൂർ ആട്ടോ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പെഡിക്യൂറാണ് ചെയ്യണേ. അപ്പോൾ അതിനാവശ്യമുള്ളത് ഇളം ചൂടുവെള്ളമാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഹാൻഡ് വാഷ് അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവണം. എന്നിട്ട് നമ്മൾ കാല് വെച്ച് കൊടുക്കുക കേട്ടോ. കാല് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചകിരി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നല്ല രീതിയിൽ കാലുമൊന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ അഴുക്കും കാര്യങ്ങളൊക്കെ നഖത്തിലത്തൊക്കെ പോവും. പിന്നെ നഖത്തിലത്തെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ക്ലിപ്പാട്ടോ, അല്ലെങ്കിൽ നമ്മൾ നെയിൽ കട്ടറിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഞാനിവിടെ ഇതാണ് യൂസ് ചെയ്യണത്. അതിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ടിക് ക്ലിപ്പ് എടുത്തിട്ട് കാട്ടിത്തരുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചെളിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കളഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ടൂളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ടൂൾ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ സ്ക്രബ്ബർ എടുത്തിട്ട് കാലിൻ്റെ അടിഭാഗവും എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിലെനിക്ക് ചെയ്തപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് കേട്ടോ. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് അതിൽ പേസ്റ്റും, ഞാൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്, പിന്നെ ചെറുനാരങ്ങ നീരും യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അഴുക്കും കാര്യങ്ങളും നഖമൊക്കെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലായിടത്തും ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ നഖത്തിന് നല്ലതാണ്, ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല നല്ല രീതിയിൽ അഴുക്കും പോവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഞാൻ കൈമയും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും കാലുമ്മ ചെയ്യാമല്ലോ, അപ്പോൾ ജസ്റ്റ് കൈമയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കാലുമ്പത്തെ അഴുക്കുകളും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാലിൻ്റെ ഉപ്പിറ്റ് ഭാഗത്തും ഇങ്ങനെ ആക്കുക. ഉപ്പിറ്റ് ഭാഗത്തുമേ നമ്മൾ ശരിക്കും കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ ഉരയ്ക്കാം. ഇവിടെ ഞാൻ കാട്ടി തന്നില്ല, ഞാൻ നല്ല രീതിയിൽ ഈ മറ്റേ സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ അത് ഉരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിൻ്റെ ഉപ്പിറ്റൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നെയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് എക്സസ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിട്ടുള്ള നെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ടൊരു നീറ്റായിട്ട്, എനിക്ക് ഇത്തിരി നഖം കൂടുതലുള്ളതാണ് എനിക്കിഷ്ടം. അപ്പം ഞാനതുപോലെ കേട്ടോ ചെയ്യണം. പിന്നെ ഫസ്റ്റ് നമ്മളൊരു പാക്ക് യൂസ് ചെയ്യാണ്. അതിന് വേണ്ടത് കോഫി പൗഡർ വേണം, അതുപോലെ തന്നെ തൈരും ചെറുനാരങ്ങയാണ്. അപ്പോൾ കാലിൽ ഇത് ജസ്റ്റ് ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പതുക്കെയാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാലിൻ്റെ മേൽഭാഗത്തും കൂടി ഇട്ട് കൊടുക്കേണ്ട. അവിടെ കുറച്ച് ടാനും കാര്യങ്ങളൊക്കെ, നമ്മൾ ചെറിയ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് വെയിലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പാക്ക് ഒരു നല്ലൊരു പാക്കാണ്. സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് കാല് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യണ കോഫി പൗഡറും തൈരും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ നഖത്തുമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നഖത്തുമ്മ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ പാക്ക് നമ്മൾ കൈമ ചെയ്യുകയാണെങ്കിൽ മാനിക്യൂർ ചെയ്യുമ്പോഴും ഇത് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള, പുറമേത്ത് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് കാല് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ സ്ലൈറ്റായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പിറ്റ് ഭാഗത്താണെങ്കിലും ഇത്തിരി മേൽഭാഗത്താണെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് പയ്യെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കും തോറും നമ്മുടെ കാല് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാവും. അതുപോലെ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാലിന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റാട്ടോ. ഞാനിത് പുറമേ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നതും പുറമേ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 5 to 10 മിനിറ്റ്സ് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കാല് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം വേറൊരു പാക്കുണ്ട്, സെക്കൻഡ് പാക്കാട്ടോ. ഇതിലാണെങ്കിൽ അലോവേറ ജെല്ലും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും. ഈ ചെറുനാരങ്ങ നീര് ആണെങ്കിൽ നമ്മുടെ നഖം വളരാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റനിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു ഏജൻറ്റാണ്. ഇപ്പോൾ ചെറുനാരങ്ങ നമുക്ക് നഖമൊക്കെ പൊട്ടാണ്ടിരിക്കാനും നല്ല നീളത്തിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അലോവേറ ജെല്ല് പിന്നെ നമുക്കറിയാമല്ലോ നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ
സ്കിന്നിൻ്റെ ഡാമേജൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യണ ഒരു ഏജൻ്റാണ് നമ്മൾ അലോവേറ ജെൽ. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു 5 to 10 മിനിറ്റ്സ് ഇങ്ങനെ നമ്മൾ കാലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഈ 3 സ്റ്റെപ്സും എല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനലി നമ്മുടെ കാല് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും, നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ അതുപോലെ തന്നെ കാലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു 5 to 10 മിനിറ്റ്സ് വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ നമുക്ക് മാനിക്യൂറിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെയാണ് മാനിക്യൂർ ചെയ്യണേന്ന്. അപ്പം ഇത് ഇപ്പം തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിലുള്ള അഴുക്കും അതുപോലെ തന്നെ മൊരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ പേഴ്സണലി നല്ല റിസൾട്ട് കിട്ടി. നല്ല മൊരിയും കാലൊക്കെ നല്ല സോഫ്റ്റായി, ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അമ്മമാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം, കാരണം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യണേ. ഇനി നമ്മൾ 3ാമത്തെ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര്, ഇത്തിരി കസ്തൂരി മഞ്ഞൾ, തൈര്, ഇതാണ് നമ്മൾ 3ാമത്തെ പാക്കായിട്ട് യൂസ് ചെയ്യണേ. ഇത് കാലുമ്മ മൊത്തത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഡ്രൈ ആവണേക്കാട്ടും തൊട്ട് മുന്നേ നമ്മളിത് മാക്സിമം നല്ല രീതിയിൽ ഡ്രൈ ആവാൻ നിൽക്കണ്ട, ഒരു ഇത്തിരി ഉണങ്ങണമെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കഴുകി കളയാം കേട്ടോ. അപ്പം ഈ ഒരു പാക്കും ഒരു നല്ല പാക്കാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ തൈര്, ചെറുനാരങ്ങ നീര് മാത്രം കേട്ടോ, ഇത്തിരി മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞളും കൂടിയിട്ട് നമ്മളിത് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു പാക്കാണ്. അപ്പോൾ നമ്മൾ സ്ക്രബിങ് ഏജൻ്റായിട്ട് നമ്മൾ കോഫി പൗഡറും തൈരും അതുപോലെ തന്നെ പഞ്ചസാരയും നാരങ്ങനീരും തേച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിൻ്റെ കാലുമൊക്കെ നല്ല ബ്രൈറ്റ്നെസ് കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു നമ്മൾ 10 to 20 മിനിറ്റ്സ് ഇങ്ങനെ കാലുമേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കാലുമേ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമ്മൾ കാല് കഴുകി കളയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കാട്ടിയതാണ്. ഒരു 10 മിനിറ്റ് ഇത് ഉണങ്ങണക്കാട്ടും മുന്നേ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉണങ്ങി നല്ല ഡ്രൈ ആവാൻ നിൽക്കരുത്, അതിന് മുന്നേ നമ്മൾ കഴുകി കളയണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിലും കാലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൈമ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ എടുക്കുക, എന്നിട്ട് കാൽമ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ കാലും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാല് നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ് തോന്നും. ഇപ്പോൾ നമ്മൾ കാലുമ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കേണ്ടത്, നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. കാലുമത്തെ മുരിയും കാര്യങ്ങളൊക്കെ പോയിട്ട് കാല് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും വല്ലപ്പോഴൊക്കെ നമുക്ക് കാലും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കാരണം യാതൊരുവിധ നമ്മൾ കെമിക്കൽസ് പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണില്ല. നമ്മൾ ഈ വീട്ടിലിരിക്കണ ഹോം റെമഡീസ് വെച്ചിട്ടാണ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണേ. ഇതിപ്പോൾ നമുക്ക് യാതൊരുവിധ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ കേട്ടോ, അല്ലെങ്കിൽ അലോവേറ ജെല്ലായാലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതാണ് ഇങ്ങനെ വൈറ്റ് കളർ ഇത് കേട്ടോ. നമുക്ക് അലോവേറ ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇഷ്ടമുള്ളത് നമുക്ക് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറക്കാതെ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പക്ഷേ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കാല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കാലുമേ എപ്പോഴും ഒരു ന്യൂഡ് കളർ ഷെയ്ഡായിട്ട് ഇട്ട് കൊടുക്കാറ്. എനിക്ക് ഡാർക്ക് കളർ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ എനിക്ക് അധികം ഇഷ്ടമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു ന്യൂഡ് കളറ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ന്യൂഡ് കളറാണ്. അപ്പോൾ കാലൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ എനിക്ക് ഇത്തിരി ലെങ്ത്തുള്ള നെയിൽസ് ആട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനങ്ങനെ നെയിൽ പോളിഷ്
അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പുറമേ ഒന്നും പോവാണ്ട് നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തോന്നുമ്പോൾ ഒക്കെ നമുക്ക് ഈ കാലും ഇത് ചെയ്യാം, അതുപോലെ തന്നെ മാനിക്യൂറായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിനി അടുത്ത വീഡിയോയിൽ ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് കാട്ടിത്തരാം കേട്ടോ. ഇത് എനിക്ക് കാലുമ്മ സ്വയം ചെയ്തതാണ്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കണ വീഡിയോയിൽ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനാണെങ്കിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല കാലൊക്കെ നല്ല എല്ലാ കല്യാണമോ കാര്യങ്ങളോ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ ഒരു ദിവസത്തിൽ തന്നെ പാർലറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസും ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അഡീഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പെഡിക്യൂറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ബൈ.